ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ സൺഡേ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഒരു 2 ആഴ്ച മുമ്പേ എടുത്തു വെച്ച ഒരു വ്ളോഗാണ്. അതിന് എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ അന്നേ കഴിഞ്ഞായിരുന്നു. പക്ഷേ വോയിസ് ഓവർ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ആണ് അപ്ലോഡ് ചെയ്യാൻ. കുറച്ച് ബിസിയും കുറച്ച് മടിയും ഒക്കെ ആയിട്ടാണ് ഇത്രയും നീണ്ടുപോയത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ചായയൊക്കെ തിളപ്പിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ട ഇരിക്കേണ്ടായിരുന്നു. അത് വെച്ച് ചെറിയ മുട്ടയൊക്കെ കൊത്തി ഒഴിച്ചൊരു ചെറിയ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇന്നത്തേത്. ഇന്നിപ്പോൾ ആകെപ്പാട് ലേറ്റ് ആയേക്കാണ്. കാരണം ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റ് വന്നത്. സൺഡേ കാരണം മക്കൾക്ക് സ്കൂളില്ല, പിന്നെ കാക്കൊന്നും പോകണ്ടല്ലോ. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഉണ്ടായില്ല. ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്നൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ക്ലീനിങ് നടത്താമെന്ന് വിചാരിച്ചു. ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നേരെ അടിച്ചു വാരി തുടയ്ക്കലാണ് ഇന്നത്തെ മെയിൻ പണി. അപ്പോൾ ഉച്ചക്കലത്തേക്ക് കല്യാണമുണ്ട്. അപ്പോൾ ഇക്കാക്കയും വാപ്പിച്ചൊക്കെ കല്യാണത്തിന് പോകും. അതുകൊണ്ട് തന്നെ ഉച്ചക്കലത്തേക്ക് അങ്ങനെ ഫുഡൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഇന്നലത്തെ കുറച്ച് കറിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കളെയൊക്കെ കുളിപ്പിച്ച് ഞാനൊക്കെ കുളിച്ച് റെഡിയായതിന് ശേഷം മക്കൾ കുറച്ച് നേരം ഇരുന്ന് കളിക്കുകയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ മക്കളെയൊക്കെ കളിച്ച് അതിന് ശേഷം ഇക്കാക്ക വന്നപ്പോൾ ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം മക്കളെയൊക്കെ റെഡിയാക്കി ഞാനും റെഡിയാണ്. ഫസ്റ്റ് ഞാൻ റെഡിയായതിന് ശേഷം മക്കളെ റെഡിയാക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് റെഡിയാവാനൊരു ടൈം കിട്ടൂല. അപ്പോൾ ഞാൻ വേഗം റെഡിയാവാൻ നോക്കട്ടെ. ഞാൻ റെഡിയാവുന്നതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെ എടുക്കുന്നു അതൊക്കെ മോൾക്കും ആവശ്യമാണ്. ഞാൻ എടുക്കുന്നതൊക്കെ പല സ്ഥലത്ത് കൊണ്ടുപോയിട്ടും പിന്നെ അതൊക്കെ പറക്കി കൊണ്ടുവരില്ല. അങ്ങനെയൊക്കെയാണ് എൻ്റെ റെഡിയാവൽ. അങ്ങനെ ഞാൻ റെഡിയായതിന് ശേഷം മക്കളെയൊക്കെ റെഡിയായി ഞങ്ങൾ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ കുറേ ദിവസമായി മോൻ എവിടെയെങ്കിലും കൊണ്ടുപോകാപ്പി പാർക്കിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കൽ. കാരണം സ്കൂളും തുറന്നു, പിന്നെ മഴയും ഒക്കെ ആയിട്ട് അങ്ങനെ പുറത്ത് പോക്കൊന്നും ഇല്ല. അപ്പോൾ കുറേ ആയി പോയിട്ട്. എന്നാൽ പിന്നെ ലുലു പോകാമെന്ന് വിചാരിച്ചു. മഴ പെയ്താലൊന്നും പ്രശ്നമില്ലല്ലോ. അപ്പോൾ ലുലു പോകാമെന്നും പറഞ്ഞാണ് ഇന്നത്തെ പോക്ക്. അങ്ങനെ നേരെ റെഡിയായതിന് ശേഷം ലുലുവിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ നല്ല ബ്ലോക്ക് ആവുന്നു. കാരണം ഇപ്പോൾ മഴയൊക്കെ കാരണം മഴയുമാണ് സൺഡേയുമാണല്ലോ. അപ്പോൾ എല്ലാവരും ലുലുവിലേക്കാണ് വന്നേക്കണം. പുറത്ത് എവിടേക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അങ്ങനെ ലുലുവിലേക്ക് ചെന്ന് ഫസ്റ്റ് ഞാൻ മോനിക്ക് യെല്ലോ കളർ ഡേ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി യെല്ലോ കളർ ഡ്രസ്സ് വാങ്ങിക്കണം. അപ്പോൾ അത് നോക്കിയാണ്. അങ്ങനെ ഒരു ഷർട്ടൊക്കെ കിട്ടിയതിന് ശേഷം അവിടെ ഒന്നും അധികം നേരം നിന്നൊന്നുമില്ല. നേരെ മോനിക്ക് കളിക്കണം എന്നും പറഞ്ഞ് മുകളിലേക്ക് റൈഡൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോയി. മോൻ കുറച്ച് നേരം കളിക്കണം. അപ്പോൾ മോൻ കയറിയാലൊക്കെ മോളും കയറി ഇന്ന് കളിയിലാണ് കേട്ടോ. അവൾ ഒറ്റയ്ക്ക് കയറ്റി കളിക്കാനായിട്ടില്ലല്ലോ. അപ്പോൾ കുറേ റൈഡിലൊന്നും മോനിക്ക് കയറാൻ പറ്റുന്നുണ്ടായില്ല. കാരണം അവർ ഹൈറ്റ് നോക്കിയിട്ടാണ് എല്ലാ റൈഡിലും കയറ്റുള്ളൂ. അതുകൊണ്ട് അവർക്ക് പറ്റിയ ചെറിയ ചെറിയ റൈഡിലൊക്കെ കയറ്റുള്ളൂ. അപ്പോൾ അവൾക്ക് ചെറിയൊരു സങ്കടം വന്നു. എല്ലാ പ്രാവശ്യവും ചെന്ന് ഒരു കാർ ഓടിക്കണതുണ്ട്, അതിൽ കയറാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ എല്ലാ പ്രാവശ്യവും വന്ന് ആൾ ഹൈറ്റ് നോക്കും, ഹൈറ്റ് ഇല്ല എന്നും പറഞ്ഞ് അവർ കയറ്റൂല. അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്കും ഹൈറ്റൊക്കെ റെഡിയാവുമെന്നും പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് പിന്നെ ആൾക്കൊന്ന് സമാധാനമായത്. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ കയറി. ബ്രോസ്റ്റഡ് ചിക്കനാണ് പറഞ്ഞത്. മോനിക്കൊരു ചെറിയൊരു ബർഗറും പറഞ്ഞു. അതൊക്കെ കഴിച്ചിട്ടും കുറേ ടൈം പിന്നെയും ബാക്കി. അങ്ങനെ വിചാരിച്ചു ഒരു ഫിലിം കാണാമെന്നും പറഞ്ഞ് ഫിലിമിന് കയറി. അതിനുശേഷം ഞങ്ങൾ നേരെ ഇവിടെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി. അപ്പോൾ തന്നെ നന്നായി ലേറ്റായിട്ടുണ്ടായിരുന്നു.